ഞാൻ ഡോക്ടർ എം പി മണി, ഒരു പഴയകാല ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രവർത്തകനാണ്. നമ്മുടെ പാലക്കാട് ഗുരുവായൂർ ബസ്സുകൾ ഓടുന്ന റോഡിൽ കുളപ്പള്ളിക്കും പട്ടാമ്പിക്കും ഇടയിലുള്ള ഓമല്ലൂരിൽ റോഡ് ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഒരു പാലം ഒളിഞ്ഞു പോയിരിക്കുന്നു. ഇപ്പോൾ ബസ് ഓടുന്നില്ല. പാലക്കാട് ഗുരുവായൂർ ബസ്സുകൾ, ഒരുപാട് ബസ്സുകൾ ഓടുന്ന റോഡാണ്. അത് ഏതോ വഴിക്ക് തിരിച്ചു വിട്ടിരിക്കുകയായിരിക്കണം. ഇവിടെ സംഭവിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കാണുന്നതല്ല. ഇതിപ്പോഴും വലിയ രാഷ്ട്രീയ കോലാഹലമാണ്. ഒരു ഭാഗത്ത് MLA കുറ്റം പറയുന്നു, മറ്റു പാർട്ടികൾ കാലാവസ്ഥയെ കുറ്റം പറയുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും വെല്ലുവിളികളും ചെളിവാരിയേറിയലും ഒരുപാട് കോലാഹലം. ഇതാണ് നമ്മുടെ വൃത്തികെട്ട രാഷ്ട്രീയം എന്ന് പറയുന്നത്. ഇവിടെ ഈ നമുക്ക് ആവശ്യത്തിന് ജനപ്രതിനിധികളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, രാഷ്ട്രീയ പാർട്ടികൾ ഒരുപാടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് ദ്രോഹമുണ്ടാക്കുന്ന, ദുരിതങ്ങൾ തീർക്കുന്ന പദ്ധതികളാണ് ഇവിടെ മുഴുവൻ നടക്കുന്നത്. ഈ ഒരു റോഡ് ഇടിച്ചു പൊളിഞ്ഞു പോയിട്ട് അതിൻ്റെ ശാസ്ത്രീയ വശം ചർച്ച ചെയ്യാനും ഇവിടെ ആരുമില്ല. ഇവിടെ വെല്ലുവിളികളാണ്, സമുദ്ര വെല്ലുവിളികൾ. അപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം, ഏത് വികസന പദ്ധതികളായിക്കോട്ടെ, ജനക്ഷേമകരമായ ഏത് പദ്ധതികളായിക്കോട്ടെ, അതിൻ്റെ ആസൂത്രണ തലം മുതൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കണം. കാരണം ഇത് ജനങ്ങളുടെ പണമാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. അതൊന്നും ഇവിടെ നടക്കുന്നില്ല. ഇവിടെ ഈ നമ്മൾ കാണുന്ന റോഡ് നീളെ ബസ് സ്റ്റോപ്പുകളിൽ ജനങ്ങൾ കാത്തിരിക്കാനുള്ള ബസ് സ്റ്റോപ്പുകളുണ്ട്. ഓരോ ബസ് സ്റ്റോപ്പുകൾക്ക് എത്ര ലക്ഷമാണ് ചിലവാക്കുന്നതൊക്കെ അറിയില്ല. ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ട് ചിലയിടത്തൊക്കെ എഴുതി വെച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥ ചെലവിൻ്റെ എത്രയോ ഇരട്ടിയാണ് ഒരു ചിലവ് രേഖകളിൽ കാണുന്നത്. ഒരാൾക്ക് ചാടിക്കിടക്കാൻ പറ്റുന്ന തോടിന് പാലം കെട്ടിയാൽ അതിൻ്റെ വാതിക്കൽ എഴുതി വെക്കും അടക്കം തുക 10 ലക്ഷം രൂപ. ഒരു ചെറിയ റോഡ് കുറച്ച് ദൂരം നന്നാക്കി കഴിയുമ്പോൾ അവിടെ ഒരു ബോർഡ് വെക്കും അടക്കം തുക 20 ലക്ഷം രൂപ. ഇവിടെ ചോദിക്കാനും പറയുന്നത് ആരുമില്ല. അതിൻ്റെ ഒരു വിഷയമുണ്ട്. അപ്പോൾ ബഹുജന പങ്കാളിത്തത്തോടു കൂടിയാണ് ഇത് നടപ്പിലാകുന്നതെങ്കിൽ ഇവിടെ അഴിമതികൾ നടക്കില്ല. കൃത്യമായ ജോലികളൊക്കെ ജനങ്ങൾക്കറിയാം. കാരണം ജനങ്ങളിൽ ഇത്തരം പരിചയക്കാർ ഒരുപാട് പേരുണ്ട്. എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്, എങ്ങനെയാണ് റോഡ് പണിയേണ്ടത്, എവിടെയാണ് കലുങ്ക് പണിയേണ്ടത്, ഏത് സമയത്താണ് കലുങ്ക് പണിയേണ്ടത്, മഴക്കാലത്ത് മുതൽ ഇടിച്ചു വീഴും, കള്ളപ്പണി ചെയ്താലേ കണ്ടുപിടിക്കാൻ പറ്റും. കള്ളത്തരങ്ങൾ ചെയ്ത് കാണും, അല്ലാതെ ഇടിച്ചു പോയി. മറ്റേ എഞ്ചിനീയർമാർക്ക് ഒരുപാട് നോക്കുന്നതല്ലേ. അപ്പോൾ ഇപ്പം ഇവിടെ ആരും ഉത്തരവാദികളില്ല. ഇപ്പം എല്ലാം രാഷ്ട്രീയമാണ്. അങ്ങോട്ട് ആരോപണങ്ങൾ, ഇങ്ങോട്ട് ആരോപണങ്ങൾ, രാഷ്ട്രീയമാണ്. ഇതിൻ്റെ ശാസ്ത്രവശങ്ങളിലേക്ക് ആരും വരുന്നില്ല. അതുകൊണ്ട് ഏത് വികസന പ്രവർത്തനങ്ങളായാലും ഏത് ജനക്ഷേമ പ്രവർത്തനങ്ങളായാലും അതിൻ്റെ ആസൂത്രണ തരം തൊട്ട് ബഹുജന പങ്കാളിത്തം ഉറപ്പാക്കണം. അങ്ങനെ വരുമ്പോൾ അഴിമതി നടക്കില്ല, കൈയിട്ടുപാലിൽ നടക്കില്ല, കക്കൽ നടക്കില്ല. ഇത്തരം റോഡ് പണികളിൽ ജനം അറിയുന്നില്ല ഒന്നും. അവിടെ ആരൊക്കെയോ ഉദ്യോഗസ്ഥരും രാഷ്ട്രീയക്കാരും ജനപ്രതിനിധികളൊക്കെ പാടെ കൂടി ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ ബഹുജന പങ്കാളിത്തം ഇതിൻ്റെ ആസൂത്രണ തലം തൊട്ട് അത് നടപ്പാക്കി കഴിയുന്നവർ ഉറപ്പാക്കിയാൽ ഒന്ന്, ഇത്തരം അപകടങ്ങൾ ഉണ്ടാവില്ല, പണം കക്കാൻ പറ്റില്ല, ഈ ജനക്ഷേമകരം പൂർണ്ണമായ പ്രവർത്തനം നടക്കും, ആരോപണങ്ങളുണ്ടാവില്ല, വെല്ലുവിളികളുണ്ടാവില്ല, എല്ലാം നല്ല നിലയിൽ കലാശിക്കും. അതാണ് നമ്മുടെ രാഷ്ട്രീയക്കാർ ചെയ്യേണ്ടത്. ജനങ്ങളെ കൂടെ അവരെ കണക്കിലെടുക്കണം. അത്രേ പറയുന്നത്.